വളരെ മോശമായ നിലയിൽ. കാരണം വഹാബിയാണ് അദ്ദേഹം. വഹാബി പ്രസ്ഥാനത്തിൽ മൂടുറച്ചു പോയ സുന്നത്ത് ജമാഅത്തിനോട് അടങ്ങാത്ത കലിപ്പുള്ള ആ വഹാബി പ്രസ്ഥാനത്തിന് വേണ്ടി എന്തും ചെയ്യുന്ന ഈ ഒരു വ്യക്തി തൻ്റെ രാഷ്ട്രീയ സ്ഥാനമാനങ്ങൾ ദുരുപയോഗം ചെയ്തുകൊണ്ട് സമസ്ത കേരള ജംഇയ്യത്ത് ഉലമക്ക് ദീൻ പഠിപ്പിക്കാനും സമസ്ത കേരള ജംഇയ്യത്ത് ഉലമക്ക് CICയെ പഠിപ്പിക്കാനും ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. ഒരു കാര്യം പറയാം, അത്തരത്തിലുള്ള സെക്രട്ടറി അല്ല, ജനറൽ സെക്രട്ടറി അല്ല, ആരും ശ്രമിച്ചാലും ശരി സുന്നത്ത് ജമാഅത്തിന്റെ മക്കൾക്ക് സമസ്ത കേരള ജംഇയ്യത്തുള്ള പണ്ഡിതന്മാർക്ക് ദീൻ പഠിപ്പിക്കാനോ അവരോട് ഒന്നിപ്പിക്കാനോ അവർക്കുള്ള ഭിന്നിപ്പ് വളർത്താനോ ശ്രമിച്ചാൽ ആ ശ്രമം സുന്നത്ത് ജമാഅത്തിന്റെ മക്കൾ അനുവദിക്കുന്ന പ്രശ്നമല്ല. പ്രശ്നം ഉണ്ടാക്കിയേ കോലിട്ടിളക്കാം. ആരാണ് ഇയാൾ സമസ്തയെ ഉപദേശിക്കാൻ? മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് സമസ്ത കേരള ജംഇയ്യത്ത് ഉലമയെ വഹാബിയായ തൻ്റെ ആദർശം ദുരുപയോഗം ചെയ്തുകൊണ്ട് തൻ്റെ ആദർശം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സമസ്ത കേരള ജംഇയ്യത്ത് ഉലമയെ തകർക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ആ ശ്രമം കേരളീയ മുസ്ലിം സമൂഹത്തിന് മുന്നിൽ വിലപ്പോകുന്ന പ്രശ്നമേ ഇല്ല എന്ന് സാന്ദർഭികമായി ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. പറയാതിരിക്കാൻ നിർവാഹമല്ല. ഇങ്ങനൊന്നും മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ ആരും ഉണ്ടായിട്ടില്ല. മുസ്ലിം ലീഗിൽ എത്രയോ മുജാഹിദ്, നല്ല ഭക്തന്മാരായ മുജാഹിദുകൾ ഉണ്ടായിട്ടുണ്ട്. MK ഹാജി ഉണ്ടായിരുന്നു തിരുരങ്ങാടി. എത്ര നല്ല മുജാഹിദായിരുന്നു, ഒറിജിനൽ മുജാഹിദ്. പക്ഷേ അദ്ദേഹത്തിനറിയാം സമസ്തയുടെ മഹത്വം. മുസ്ലിം ലീഗിലെ മഹാഭൂരിപക്ഷം സമസ്തക്കാരാണ്. വേണ്ട, കഴിഞ്ഞ പാർട്ടി സെക്രട്ടറി KP മജീദ് സാഹിബ് ഒരു മുജാഹിദ് ചായവുള്ള ആശയക്കാരനാണ്. മൂപ്പര് തിരുന്നിട്ട് അവിടെ വന്നിട്ടില്ല. എത്ര കാലത്തെ പാർട്ടി ജനറൽ സെക്രട്ടറിയായി. ഈ സ്ഥാനം തങ്ങളുടെ ആദർശം കുത്തിച്ചെലുത്താനും തങ്ങളുടെ വിരോധികളായ സമസ്തക്കാരെ ദുർബലപ്പെടുത്താനും ശ്രമിക്കുക എന്നാൽ അത് അപകടകരമാണ്. പിന്നെ തെറ്റായ ധാരണകൾ പ്രചരിപ്പിക്കുന്ന ആളുകളുണ്ട്. മുജാഹിദ് ജമാഅത്ത് അതൊന്നും ഇപ്പോൾ വല്ല പറയേണ്ട കാലഘട്ടമല്ല എന്നതിന് ഉദാഹരണമായി പറയാറുണ്ട്. തിരുരങ്ങാടി യത്തീംഖാനേൻ്റെ പള്ളിക്ക് ബാഫിത്തങ്ങൾ തറക്കലിട്ടില്ലേ, അങ്ങനെ പ്രചരണം നടക്കുന്നുണ്ട്. ഞാനൊരു സത്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. നമ്മൾ തെറ്റിദ്ധരിക്കുക. സമസ്ത പറയുന്നത് 100% കറക്റ്റാണ്. ഈ 100 കൊല്ലക്കാലത്ത് ചരിത്രത്തിൽ സമസ്തക്ക് എവിടെയാണ് തെറ്റ് പറ്റിയെന്ന് ചൂണ്ടിക്കാണിക്കാൻ ഒരാൾക്കും കഴിയില്ല. എന്നുവെച്ചാൽ മുജാഹിദിനും ജമാഅത്തിനും 100 വരിവരിക്ക് എടുത്തു പറയാൻ കഴിയും. അവിടെ ബാഫയ്ക്ക് തങ്ങൾ ആ പള്ളിക്ക് ശിലാസ്ഥാപനം നടത്തുന്ന യത്തീംഖാന ക്യാമ്പസിലുള്ളൊരു സത്യമാണ്. അതിൻ്റെ ചരിത്രം നിങ്ങൾ അന്വേഷിക്കണം. ഇനി ചരിത്രം അന്വേഷിക്കാൻ കഴിയില്ലെങ്കിൽ ചരിത്രം വായിച്ചറിയണം. ആരെങ്കിലും എഴുതിയ ചരിത്രം നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റൂല. എന്നാൽ കൃത്യമായി കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനം സ്ഥാപിച്ച പൂർവ്വകാല നേതാക്കൾ പ്രമുഖനാണ് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പണ്ഡിത സഭയുടെ അധ്യക്ഷനായ വെളിയങ്കോട് K ഉമർ മൗലവി. അയാൾ മരണപ്പെട്ടു പോയി, അടുത്ത കാലത്താണ് മരണപ്പെട്ടു പോയത്. അദ്ദേഹം പറഞ്ഞത് മക്കത്തോ മറിഞ്ഞ തറാവീഹ് 20 ആക്കിയെങ്കിൽ ഞാൻ വെളിയങ്കോട്ട് ഉമർ 8 പറഞ്ഞു പ്രസംഗിച്ച മനുഷ്യനാണ് അദ്ദേഹം. പക്ഷേ അവരെ ജംഇയ്യത്ത് ഉലമയുടെ പ്രസിഡന്റ് കണ്ണിയത്ത് ഉസ്താദിൻ്റെ ഒക്കെ സ്ഥാനത്താണ്, ഇപ്പോൾ ജിഫ്രി തങ്ങളുടെ സ്ഥാനത്താണ് അവർ സംഘടന. അദ്ദേഹം തൻ്റെ ആത്മകഥ എഴുതിയിട്ടുണ്ട്, വിപണിയിൽ ലഭ്യമാണ്. ഈ ആത്മകഥയിൽ തിരൂരങ്ങാടി യത്തീംഖാനെ കുറിച്ച് വിശദമായി ചരിത്രം പഠിപ്പിക്കുന്നുണ്ട്. അയാൾ പറയുന്ന ആധികാരികമാണ്, അയാളുടെ സംഘടന, അയാളുടെ ആശയത്തെക്കുറിച്ചാണ് പറയുന്നത്. അവിടെ അദ്ദേഹം പറയുന്നുണ്ട്, ആ തിരൂരങ്ങാടി യത്തീംഖാന അന്ന് കോളറ പിടിപെട്ട കാലത്ത് അത് സ്ഥാപിക്കേണ്ട അനിവാര്യ സാഹചര്യമായി ആളുകളൊക്കെ മരിച്ചൊടുങ്ങിക്കൊണ്ടിരിക്കുകയാണ്, കുട്ടികളെ സംരക്ഷിക്കാൻ വഴിയില്ല. അങ്ങനെ വിശദമായ ചരിത്രം അദ്ദേഹം പറയുന്നുണ്ട്. കോഴിക്കോടെ പഞ്ചാബുകാരായ ഇന്ന കുടുംബത്തിന് കത്തയച്ചു, അതുപോലെ പൊന്നാനി മൗനത്തുൽ ഇസ്ലാം സഭയിലേക്ക് കത്തയച്ചു, ഞങ്ങൾക്ക് ഇവിടെ ഇവരെ സംരക്ഷിക്കാൻ ഒരു അനാഥാലയം സ്ഥാപിക്കണമെന്ന്. ഈ കത്തയക്കണം എന്ന് പറയുമ്പോൾ ഉമർ മൗലവി അന്ന് തിരുരങ്ങാടി യൂണിറ്റ് മുസ്ലിം ലീഗിൻ്റെ സെക്രട്ടറിയാണ്. ശ്രദ്ധിക്കണം, തിരുരങ്ങാടി യൂണിറ്റിൻ്റെ മുസ്ലിം ലീഗിൻ്റെ സെക്രട്ടറി. പ്രസിഡന്റ് ആരാണ്? പ്രസിഡന്റ് മുജാഹിദിൻ്റെ തന്നെ KM മൗലവിയാണ്. KM മൗലവി കത്തയക്കുമ്പോൾ പറഞ്ഞു, കത്തെഴുതേണ്ടത് മുസ്ലിം ലീഗിൻ്റെ ലെറ്റർ പേഡിൽ തന്നെ ആയിരിക്കണം. നമ്മുടെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ സംവിധാനമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം. മുജാഹിദ് ആശയം ഇതിൽ വെക്കേണ്ടതില്ല, മുസ്ലിം ലീഗിൻ്റെതാകുമ്പോൾ എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റും എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായി അദ്ദേഹം നിർദ്ദേശം നൽകിയതനുസരിച്ച് മുസ്ലിം ലീഗ് തിരുരങ്ങാടി യൂണിറ്റിൽ ലെറ്റർ ഹെഡിലാണ് ഇവർക്കൊക്കെ കത്തയച്ചത്. അങ്ങനെയാണ് സാമ്പത്തിക സഹായം കിട്ടിയത്. അങ്ങനെയാണ് ഈ തിരുരങ്ങാടി യത്തീംഖാന സ്ഥാപിച്ചത്. യത്തീംഖാൻ്റെ ഉദ്ഘാടനത്തിൽ തറക്കല്ല മാത്രമല്ല ബാഫിത്തങ്ങൾ ഉൾപ്പെടെയുള്ള ഒരുപാട് സുന്നത്ത് ജമാഅത്തിൻ്റെ ആളുകളാണ്. കാരണം മുസ്ലിം ലീഗിൻ്റെ നേതാവാണ് ബാഫിത്തങ്ങൾ. മുസ്ലിം ലീഗിൻ്റെ പ്രാദേശിക നേതാക്കന്മാരാണ് ഈ പറയുന്ന ഉമർ മൗലവിയും അതുപോലുള്ള KM മൗലവിയും. അവിടെ ഉദ്ഘാടനത്തിന് സംബന്ധിച്ചിട്ടുണ്ട്. ഇതാണ് സത്യം. പിൽക്കാലത്ത് അത് മുജാഹിദ് വൽക്കരിച്ചു എന്നല്ലാതെ ഇന്നും പൂർണ്ണമായും മുജാഹിദ് വൽക്കരിച്ചു എന്ന് എനിക്ക് അഭിപ്രായമല്ല. അവിടെ സുന്നികൾക്ക് ആവശ്യമായ പരിഗണന നിയമനത്തിൽ പോലും നൽകുന്നുണ്ട്. അതിൻ്റെ ബോഡിക്ക് അതറിയാം ഇത് മുജാഹിദിൻ്റെ സ്ഥാപനമല്ല എന്ന്.
അപ്പൊ മുജാഹിദ് പള്ളിക്ക് ബാഫക്ക് തങ്ങൾ തറക്കല്ലിട്ടിട്ടില്ല, അങ്ങനെ ഒരു സുന്നി നേതാവും തറക്കല്ലിട്ടിട്ടില്ല. കള്ള പ്രചരണമാണ്, വ്യാജമായ പ്രചരണമാണ്. സുന്നത്ത് ജമാഅത്തിന്റെ കാര്യത്തിൽ കണിശമായ നിലപാട് സ്വീകരിക്കുന്ന മഹാത്മാവായിരുന്നു സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്ക് തങ്ങൾ ഉൾപ്പെടെയുള്ള നമ്മുടെ എല്ലാ നേതാക്കന്മാരും. ദയാനിധിയ റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ മഹതായ ഫضل കൊണ്ട് സുന്നത്ത് ജമാഅത്തിനെ 100 കൊല്ലക്കാലം എല്ലാ വെട്ടും തടവും എല്ലാം അവഗണിച്ചുകൊണ്ട് എല്ലാം പ്രതിരോധിച്ചുകൊണ്ട് ഇത്രയും കാലം സംരക്ഷിച്ചതുപോലെ തുടർന്നും സംരക്ഷിക്കാനും അതുവഴി അടുത്ത തലമുറയ്ക്ക് പരിശുദ്ധമായ ആദർശം കൈമാറാനും ദയാനിധിയ റബ്ബ് സുബ്ഹാനഹു വ തആല ഇന്ന് ജീവിച്ചിരിക്കുന്ന ഈ തലമുറയ്ക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.